ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനടയിൽ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ ടെസി ടൈറ്റസ് അവിശ്വാസത്തിൽ പുറത്ത്. കോൺഗ്രസ് അംഗം കൃഷ്ണകുമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെ അവിശ്വാസം പാസായി. വിഭാഗീയതയും ചേരിപ്പോരും കയ്യാങ്കളിയും രൂക്ഷമായതിനെ തുടർന്ന് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. ബാങ്ക് തട്ടിൽ ഉൾപ്പെട്ടവരെ MLA അടക്കമുള്ള വിഭാഗം സംരക്ഷിക്കുന്നതായി ആരോപണം. പെരിങ്ങനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 23 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനടയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ ടെസി ടൈറ്റസ് പുറത്ത്. ടെസി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസം 8-നെതിരെ 10 വോട്ടുകൾക്കാണ് പാസായത്. കോൺഗ്രസ് അംഗം കൃഷ്ണകുമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെ ടെസി ടൈറ്റസിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടത്. 18-അംഗ ഭരണസമിതിയിൽ LDFും UDFും തുല്യ അംഗബലമായതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് പക്ഷത്തു നിന്ന് വിജയിച്ച കൃഷ്ണകുമാർ മറുകണ്ഠം ചാടിയതോടെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പുറത്തായിരിക്കുന്നത്. ഇതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൃഷ്ണകുമാറിന് അയോഗ്യത കൈവരും. ആ വാർഡിൽ തെരഞ്ഞെടുപ്പും സംജാതമാകും. ഇന്നലെ പ്രസിഡന്റ് PV വിനോദിനെതിരെ UDF നൽകിയിരുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയിരുന്നു. LDF അംഗങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇരുന്നതിനെ തുടർന്ന് ക്വാറം തികയാതെ വന്നതിനാലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത്. ഇന്നലെയും വിപ്പ് നൽകിയിരുന്നെങ്കിലും കൃഷ്ണകുമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മീഡിയ ടൈം, മാള. വിഭാഗീയതയും ചേരിപ്പോരും കയ്യാങ്കളിയും രൂക്ഷമായതിനെ തുടർന്ന് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാൻ കൂടിയായ CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. ബാങ്ക് തട്ടിൽ ഉൾപ്പെട്ടവരെ MLA അടക്കമുള്ളവരടങ്ങിയ വിഭാഗം സംരക്ഷിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. CPIക്ക് ജില്ലയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള കമ്മിറ്റി കൂടിയാണ് കൊടുങ്ങല്ലൂർ. 2019 കോട്ടപ്പുറം വള്ളംകളിയുമായി ബന്ധപ്പെട്ടാണ് CPIയിൽ ചെറിയ തോതിൽ വിഭാഗീയത ഉടലെടുക്കുന്നത്. മുൻമന്ത്രിയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന VK രാജന്റെ മകനും MLAയുമായ VR സുനിൽകുമാറും സഹോദരി പുത്രനും അന്നത്തെ നഗരസഭാ ചെയർമാനുമായിരുന്ന CC വിപിൻ ചന്ദ്രനും തമ്മിൽ തുടർന്നു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് കാരണമായതെന്നാണ് സൂചന. ഒരു വർഷം മുമ്പ് നടന്ന മണ്ഡലം സമ്മേളനത്തിൽ നിയോജക മണ്ഡലം വിഭജിച്ച് കൊടുങ്ങല്ലൂർ മാള മണ്ഡലം കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തതോടെയാണ് നേരത്തെയുള്ള വിഭാഗീയത പുറത്തേക്കെത്തിയത്. സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തേക്ക് CC വിപിൻ ചന്ദ്രന്റെ പേര് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചപ്പോൾ MLAയുടെ വിശ്വസ്തൻ കൂടിയായ നിലവിലെ സെക്രട്ടറി മത്സരരംഗത്തെത്തുകയായിരുന്നു. ഒടുവിൽ ജില്ലാ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് നിലവിലുള്ള സെക്രട്ടറി പിന്മാറുകയും CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയാവുകയുമായിരുന്നു. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ചെറിയ തോതിലുള്ള തർക്കം നിലനിന്നു വരുന്നതിനിടയിൽ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുയർന്ന അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടത്തല്ല് നടക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മണ്ഡലം സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റം നടന്നിട്ടും നടപടിയുണ്ടായിരുന്നില്ല. പാർട്ടി ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും ഇരുഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന നടപടികൾ മരവിപ്പിക്കുകയായിരുന്നു. ഇത് പാർട്ടി പ്രവർത്തകരിൽ കടുത്ത നിരാശയ്ക്ക് വഴിവെച്ചിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട ജില്ലാ നേതൃത്വം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല ഇരുകൂട്ടരെയും രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം. CPIക്ക് മധ്യകേരളത്തിൽ ശക്തമായ സ്വാധീനവും സംഘടനാ സംവിധാനങ്ങളും നിലവിലുള്ള മണ്ഡലത്തിൽ പാർട്ടി നേരിടുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. അസംബ്ലി സീറ്റിലേക്ക് കണ്ണുവച്ചിട്ടുള്ള ജില്ലാ നേതാക്കളിൽ ചിലരാണ് കൊടുങ്ങല്ലൂരിലെ നേതാക്കളെ തമ്മിൽ ഭിന്നിപ്പിച്ചു നിർത്തി സീറ്റ് കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകർ രഹസ്യമായി പറയുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പെരിങ്ങനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി.
പെരിഞ്ഞനം RMVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 23 പേരാണ് കുറ്റിലക്കടവ് ആശുപത്രിയിൽ എത്തിയത്. ആരുടെയും നില ഗുരുതരമല്ല. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ഇതോടൊപ്പം ഐസ്ക്രീമും പപ്സും വിതരണം ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംഭവമറിഞ്ഞ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മറ്റു ജനപ്രതിനിധികളും ആശുപത്രിയിൽ എത്തിയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പഴഞ്ഞി അയ്യനൂർ ചീനിക്കൽ ക്ഷേത്രത്തിന് സമീപം അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. പഴഞ്ഞി സ്വദേശി ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പഴഞ്ഞി സ്വദേശി ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. ബൈക്ക് യാത്രകരായ വടക്കേക്കാട് സ്വദേശികളായ വെട്ടിശ്ശേരി വീട്ടിൽ ഹരി, സുഹൃത്ത് അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പഴഞ്ഞി ഭാഗത്തു നിന്നും കുന്നുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് അമിത വേഗതയിലെത്തി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വീട്ടമ്മയെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ വീട്ടമ്മയുടെ തല സമീപത്തെ വൈദ്യുതി തൂണിൽ ഇടിച്ചായിരുന്നു മരണം. കുന്നുകുളം സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളത്ത് ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു. കടക്കച്ചാൽ ഗണേശൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. 2ാം പാപ്പാന് നേരെ ആക്രമണം നടത്തിയെങ്കിലും ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാനായത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ആന ഇടഞ്ഞു. പ്രദേശത്തെ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനെത്തിച്ച ആന ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപത്ത് വെച്ച് രാവിലെ 8:30യോടെയാണ് ഇടഞ്ഞത്. കടക്കച്ചാൽ ഗണേശൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. വിളക്കുംതറയ്ക്ക് സമീപത്ത് വെച്ച് 2ാം പാപ്പാന് നേരെ ആന ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ജീവനും കൊണ്ടോടിയ 2ാം പാപ്പാൻ സമീപത്തെ വീട്ടിൽ അഭയം തേടി. ഇതോടെ പാപ്പാൻ കയറിയ വീടിന് മുൻപിൽ ആന ഏറെ നേരം നിലയുറപ്പിച്ചു. ഈ സമയത്ത് ആനയുടെ 1ാം പാപ്പാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വിവരമറിഞ്ഞ് 1ാം പാപ്പാനെ നാട്ടുകാർ സ്ഥലത്തെത്തിച്ചു. 1ാം പാപ്പാനെ കണ്ടതോടെ ആന ശാന്തനാവുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപം കെട്ടിയ മാടക്കൽ മജീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പശുവിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം റോഡിലാണ് കിടന്നിരുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പശുവിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം റോഡിലാണ് കിടന്നിരുന്നത്. നാട്ടുകാരാണ് സംഭവം കണ്ടത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച എച്ചിപ്പാറ പള്ളിക്ക് സമീപം പുലിയിറങ്ങി പശുവിനെ കൊലപ്പെടുത്തിയിരുന്നു. കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായതോടെ തോട്ടം തൊഴിലാളികളും വഴിയാത്രക്കാരും ആശങ്കയിലാണ്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ പഠനയാത്രയുടെ ഭാഗമായി കേരള നിയമസഭാ മന്ദിരത്തിൽ സന്ദർശനം നടത്തി. ചിറക് പദ്ധതിയുടെയും ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെയും സഹകരണത്തോടെയാണ് 3 ദിവസത്തെ പഠനയാത്ര ഒരുക്കിയിരിക്കുന്നത്. നിയമസഭ സ്പീക്കർ MM ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ തുടങ്ങിയവരുമായി സനീഷ് കുമാർ ജോസഫ് MLAയോടൊപ്പം വിദ്യാർത്ഥികൾ ആശയവിനിമയം നടത്തി. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ചിറക് പദ്ധതിയുടെയും ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെയും സഹകരണത്തോടെയാണ് 3 ദിവസത്തെ പഠനയാത്ര ഒരുക്കിയിരിക്കുന്നത്. അറിവ് സമ്പാദനത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും MLA അറിയിച്ചു. ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ ശ്രീജിത്ത്, ഷോബി കണിച്ചായി, അരുൺ CB, ബിബിൻ മാണിക്യത്താൻ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. 1-ാം തീയതിയിലും മറ്റ് ഡ്രൈ ഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃത വിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. കൊടുങ്ങല്ലൂർ പൂവത്തുംകടവ് നാളിയാട്ടു വീട്ടിൽ ഷമീദിനെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 103 കുപ്പി മദ്യം പിടിച്ചെടുത്തു.
എക്സൈസ് പരിശോധന ഭയന്ന് രഹസ്യമായി വീടിന് പുറകിൽ രഹസ്യറ ഉണ്ടാക്കിയാണ് കൊടുങ്ങല്ലൂർ പൂവത്തുംകടവ് നാളിയാട്ടി വീട്ടിൽ ഷമീദൻ മദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നത്. ഇയാളിൽ നിന്നും 103 കുപ്പി മദ്യം പിടിച്ചെടുത്തു. സമീപത്ത് നിന്നും മുൻപും ഇത്തരം അനധികൃത മദ്യവിൽപ്പന കേസുകൾ എക്സൈസ് പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ KS മന്മഥൻ, അനീഷ് ഇ പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് T, റിഹാസ് AS, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ EG സുമി എന്നിവർ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 72 ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം 2 പേരെ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശ മദ്യം പിടികൂടിയത്. പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കി. കൊടകര പാലത്തിന് സമീപത്ത് നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മാലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ ഡാനിയൽ, കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ സാഹിന എന്നിവരെയാണ് പിടികൂടിയത്. പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികളെന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 7 കേസുകളിലായാണ് 72 ലിറ്ററോളം 3 ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത്. മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഓഫീസിൽ എത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്നും തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ PK പറഞ്ഞു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. എടവിലങ്ങ് കുഞ്ഞൈനിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ബാലൻ മരിച്ചു. ശ്രീനാരായണപുരം പനങ്ങാട് മേത്തശ്ശേരി സുബിമോന്റെ മകൻ 16 വയസ്സുള്ള അമലാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 26-ാം തീയതി കുഞ്ഞൈനി സെന്ററിലായിരുന്നു അപകടം. മോട്ടോർ സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന അമലിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ 2 പേർ അറസ്റ്റിൽ. ചന്തപ്പുരയിലെ MIT ആശുപത്രിയിൽ രാത്രിയിൽ അതിക്രമിച്ചു കയറി അറ്റൻഡറെയും ഡ്രൈവറെയും ആക്രമിച്ച കേസിൽ മതിലകം മതിൽമൂല സ്വദേശി പുന്നച്ചാലിൽ 24 വയസ്സുള്ള ജിഷ്ണു, പുതിയകാവ് വൈപ്പിപ്പാടത്ത് 19 വയസ്സുള്ള ഷാഹിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി ജിഷ്ണു നിരവധി കേസുകളിലെ പ്രതിയും മതിലകം പോലീസ് സ്റ്റേഷനിൽ കാപ്പ നിയമപ്രകാരം നടപടികൾ നേരിട്ടിട്ടുള്ള ആളുമാണ്. കയ്പമംഗലം കൂരിക്കുഴി ബീച്ചിൽ കടലാമയുടെ ജഡം കരക്കടിഞ്ഞു. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് കമ്പനിക്കടവിന് സമീപം ജഡം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ബോട്ടിന്റെയോ മറ്റ് യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ കടലാമ ചത്ത ശേഷം കരക്കടിഞ്ഞതാകാമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ കൺവെൻഷൻ നടന്നു. അഷ്ടമിച്ചിറയിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അമ്മേച്ചിക്ക് അടക്കം ഗവൺമെന്റ് പറഞ്ഞ ആ വിജ്ഞാപനം നടപ്പിലാക്കാൻ ഗവൺമെന്റിന് സാധിച്ചില്ല. റിട്ടയർമെന്റ് ആനുകൂല്യം വളരെ കുറച്ച് 20 രൂപ അടച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ആനുകൂല്യത്തിന്റെ പകുതി ആനുകൂല്യമാണ് 50 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് നമുക്ക് തരുന്നത്. അതിനെതിരെ നമ്മൾ പല കേസുകൾ കൊടുത്തു, പല ചർച്ചകളും നടത്തി, പല നിവേദനങ്ങളും മന്ത്രിമാർക്ക് സമർപ്പിച്ചു. എന്നിട്ട് പോലും കണ്ടു തുറക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ്, നമുക്ക് രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ലാത്ത നമ്മുടെ സംഘടനയാണ് AKT എന്ന സംഘടന. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്തി തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. നമുക്ക് കിട്ടേണ്ട നമ്മുടെ ആനുകൂല്യം, നമുക്കറിയാം പ്രസവാനുകൂല്യം മറ്റേ തവണ 15,000 രൂപ നൽകണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തര സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായാണ് 2020 വരെയുള്ള ആനുകൂല്യം 15,000 രൂപ നമുക്ക് ലഭിച്ചത്. ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക്
2000 രൂപ വരെ പ്രസവാണികൾക്ക് കിട്ടിയിട്ട് 13,000 രൂപ ഗവൺമെന്റ് കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സേവനൊക്കെ പറഞ്ഞ പോലെ കുടിശ്ശിക നമുക്ക് പലർക്കും ഇവിടെ പെൻഷൻ പറ്റിയ പലർക്കും കുടിശ്ശിക കിട്ടാനുണ്ട്. ഗവൺമെന്റ് എന്ന് നമ്മുടെ പെൻഷൻ ഫോം കൊടുക്കുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് അതിന് സൈൻ ചെയ്യുന്നു, അന്നു മുതലേ നമുക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. ഏരിയ പ്രസിഡന്റ് PT സേവ്യർ അധ്യക്ഷത വഹിച്ചു. അമ്മിനി സുകുമാരൻ, സുഭദ്ര ശങ്കരനാരായൺ, ലൈജ വർഗീസ്, ഷീല സദൻ, മേരി ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചു. പറവൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി പറവൂർ എക്സൈസ് ഇൻസ്പെക്ടർ P. സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജാബ്സൺ കാട്ടുപറമ്പിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി രഞ്ജിമ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിസ്റ്റർ ഷൈനി മോൾ സംസാരിച്ചു. സജീവം ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ലഹരിയുടെ ലഹരി ഉപേക്ഷിക്കൂ, തേൻകുടമാകുന്ന കുടുംബത്തെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കിഡ്സിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാട്ടുപൊലിമയ്ക്ക് വെള്ളിയാഴ്ച മതിലകം കളരിപ്പറമ്പിൽ തുടക്കമാകും. വൈകിട്ട് 4-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കൊടി ഉയർത്തും. മുൻ പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനാകും. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷയാകും. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, നാട്ടുപൊലിമ ജനറൽ കൺവീനർ MS ലെനിൻ, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല സെക്രട്ടറി MS ദിലീപ്, ആർട്സ് ഓഫ് കളരിപ്പറമ്പ് പ്രസിഡന്റ് PJ നാസർ എന്നിവർ പങ്കെടുത്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് വലപ്പാട് മേഖലാ കമ്മിറ്റി സ്വീകരണം നൽകി. കയ്പമംഗലം ബുസ്താൻ അറബിക് കോളേജിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. MA സാദിഖ് അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട്, MA ഫൈസൽ, കബീർ ബുസ്താനി, PK മുഹമ്മദ്, ഹസീബ് മദനി, അബ്ദുൽ കരീം സൊലാഹി, ഉമറുൽ ഫാറൂഖ്, KK സക്കറിയ, KM ഷാനിർ, KA കബീർ എന്നിവർ സംസാരിച്ചു. മതിലകത്തിന്റെ വോളിബോൾ ആവേശം നിലനിർത്തുവാനും പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനുമായി ലക്ഷ്യമിട്ട് സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. UAE വോളിബോൾ ലവേഴ്സ് ഭാരവാഹിയും മതിലകം സ്വദേശിയുമായ ഷെഫീർ കുറ്റിക്കാട്ടിൽ തന്റെ പിതാവ് കേരളീയൻ എന്ന കുഞ്ഞുമൊയ്തിന്റെ സ്മരണാർത്ഥം സമ്മാനിച്ച ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. K. സാജു ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഫലകം അനാച്ഛാദനം ചെയ്തു. സുനിൽ P. മേനോൻ, KY അസീസ്, KA നിസാർ എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയുടെ നല്ല പാഠവുമായി LPS ആലത്തൂർ വിദ്യാലയം 15ാമത്തെ വർഷമാണ് കുട്ടികൾക്ക് നെൽകൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി മാതൃകാപരമായ കൃഷി നടത്തുന്നത്. ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിളവെടുത്തത്. ഒക്ടോബറിൽ വലിയ ആഘോഷമായിട്ടായിരുന്നു നടിലുത്സവം നടത്തിയത്. കൊയ്ത്തുത്സവം PTA പ്രസിഡന്റ് PS സുനിൽ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് സുമി ബൈജു അധ്യക്ഷത വഹിച്ചു. CG അനൂപ്, PM ജിൻസ, ദിവ്യ രവി, അമൃത K അജയൻ, NS രശ്മി, ഉമേഷ് കൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനടയിൽ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ ടെസി ടൈറ്റസ് അവിശ്വാസത്തിൽ പുറത്ത്. കോൺഗ്രസ് അംഗം കൃഷ്ണകുമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെ അവിശ്വാസം പാസായി. വിഭാഗീയതയും ചേരിപ്പോരും കയ്യാങ്കളിയും രൂക്ഷമായതിനെ തുടർന്ന് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. ബാങ്ക് തട്ടിൽ ഉൾപ്പെട്ടവരെ MLA അടക്കമുള്ള വിഭാഗം സംരക്ഷിക്കുന്നതായി ആരോപണം. പെരിങ്ങനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 23 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.